നിങ്ങൾ UK ഒരു നല്ലൊരു സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ അന്വേഷിക്കണം. അന്ന് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ. ഇതിൻ്റെ പേര് ട്രൂ സ്റ്റുഡൻറ്റ്.Accommodation എന്നാണ്. സ്വാൻസിയിലുള്ള ഒരു സ്റ്റുഡൻറ്റ് അക്കോമഡേഷനാണിത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. പക്ഷേ ഇത് വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ബസ് സ്റ്റോപ്പ് ഇപ്പോൾ ബിൽഡ് ചെയ്തേക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ബസ് വരുന്നുണ്ട്, ചില ബസ്സുകൾ മാത്രം ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഉറപ്പില്ല. ഇവിടുന്ന് നേരെ പോയ സിറ്റി സെൻറ്ററിലോട്ട് പോകാനുള്ള വഴിയാണ്. അപ്പോൾ കാറൊക്കെ നല്ല മഞ്ഞ് പിടിച്ച് കിടക്കുന്നതുണ്ട്. കാറിൻ്റെ മുകളിലൊക്കെ ഐസാണ്. ഇന്നലത്തെ രാത്രിത്തെ ഐസാണ് ഈ കിടക്കുന്നത്. ഇനിയിപ്പോൾ രാവിലെ സൺലൈറ്റ് വന്നതിന് ശേഷമാണ് ഈ ഐസെല്ലാം ഒന്ന് മെൽറ്റായി നോർമലാവുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൂ സ്റ്റുഡൻറ്റ് എൻട്രൻസ്. അപ്പോൾ ഇതേപോലെ ഒരു കാർഡ് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം കിട്ടും. അപ്പോൾ ഈ കാർഡ് വെച്ചിട്ടാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഗേറ്റും ബാക്കി എല്ലാ സ്ഥലങ്ങളും ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ എൻട്രൻസിലോട്ട് പോവുകയാണ്. ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ബ്ലൂ കളറാവും. അതിനുശേഷം നമുക്ക് തുറക്കാം. നമ്മൾ മെയിൻ ഗേറ്റിൽ നിന്ന് തുറന്ന് കയറി കഴിയുമ്പോൾ മെയിൻ ഗേറ്റ് അവിടെ നിന്ന് തുറന്ന് കയറി കഴിയുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ, അതായത് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡാണ്, പക്ഷേ ഗേറ്റിൽ നിന്ന് കയറുമ്പോഴുള്ള റൈറ്റ് സൈഡിലാണ് റിസപ്ഷൻ വരുന്നത്. അപ്പോൾ മെയിൻ എൻക്വയറീസിനൊക്കെ നമ്മൾ റിസപ്ഷനിൽ അവിടെ പോയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് കഫേയാണ്. ഇതൊരു കഫേയാണ്. ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. സമയം 9:45 ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് 10 മണിയൊക്കെ ആവും ഇവിടെ എല്ലാ സംഭവങ്ങളൊക്കെ ഓപ്പൺ ആവാൻ. ഇതാണ് ഫസ്റ്റ് ബ്ലോക്ക്, ഇത് സെക്കൻഡ് ബ്ലോക്ക്, ഇത് തേർഡ് ബ്ലോക്ക്, മറ്റേത് ഫോർത്ത് ബ്ലോക്ക്. ഇത് പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഇത് കൺസ്ട്രക്ഷൻ ഫിനിഷ് ആയിട്ടില്ല. പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി അടുത്ത ബാച്ചിലുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ടാവും. കാരണം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും പണിയൊക്കെ നടക്കുന്നത്. കണ്ട ഇവരെ സമ്മതിക്കണം കേട്ടോ. ഈ തണുപ്പത്തും ഇത്രയും തണുപ്പത്ത് എനിക്ക് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഒരു കംപ്ലീറ്റ് പണിയെടുക്കുമ്പോൾ ബോഡി വാം ആവും. എന്ന് വരുമ്പോൾ ഈ കാണുന്നതാണ് ഫെസ്റ്റിവൽ സോൺ. പിന്നെ ഇവിടെ വരുന്നത് താഴെ വരുന്നതാണ് ജിമ്മ്. ഇവിടെ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ബിൽഡിങ്ങിന് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു ക്യൂബ്, ഒരു സെപ്പറേറ്റ് സ്ക്വയർ ബോക്സ് പോലെ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ഡ്രൈ വേസ്റ്റും വെറ്റ് വേസ്റ്റും ബാക്കി എല്ലാ സോർട്ട് ഓഫ് വേസ്റ്റ് കളയുന്ന ഒരു സെപ്പറേറ്റ് റൂമാണ്. തിയേറ്റർ സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?
ഇതുപോലെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ, ഒരുപാട് ഫെസിലിറ്റീസ്. ഈവൻ ജിമ്മും ഈ തിയേറ്ററും എല്ലാ സംഭവം. ഫെസ്റ്റിവൽ സോൺ ആണെങ്കിൽ പോലും അടിപൊളിയാണ്. വെച്ചിട്ടാണ് നിങ്ങൾ ഈ റൂമിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ആവും. പിന്നെ ഇത് തുറന്ന് ജസ്റ്റ് റൂമിലോട്ട് കയറാവുന്നതുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ട്രൂ സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ അവർ നമുക്ക് തരുന്ന റൂം. അപ്പോൾ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആ കാർഡ് വെച്ച് ടാപ്പ് ചെയ്ത് കയറിയതിന് ശേഷം ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാർഡില്ലാത്ത ഒരാൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സ്ട്രാ നിങ്ങൾക്കൊരു സേഫ്റ്റി വേണമെങ്കിൽ ഈ ഒരു സംഭവം ലോക്ക് ചെയ്താൽ മതി, പിന്നെ വേറെ ആർക്കും കയറാൻ പറ്റില്ല. പിന്നെ വേറൊരു സംഭവം ഈ ലോക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ തുറന്നതിന് ശേഷം ഈ ലോക്ക് ഒരു 3 സെക്കൻഡ് കൂടുതൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു അലാം അടിക്കും. അപ്പം നമുക്കൊരു അലേർട്ടിന് വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് കയറി വരുമ്പോൾ തന്നെ ഒരു 3 ഹുക്സ് ഉണ്ട്. അവിടെ നമ്മളുടെ ജാക്കറ്റ്സോ അല്ലെങ്കിൽ ഷോളോ എന്തെങ്കിലുമൊക്കെ മഫ്ലറോ എന്തെങ്കിലുമൊക്കെ ഇടാം. പിന്നെ ഇവിടെ ഷൂ റാക്കൊന്നും പറയാനില്ല. അപ്പോൾ ഷൂസും കാര്യങ്ങളൊക്കെ ചെരുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിർത്തി വയ്ക്കാം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഹീറ്ററാണ്. ഇതാണ് ഇവിടുത്തെ റൂം ടെമ്പറേച്ചറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹീറ്റർ. പിന്നെ വരുന്നത് ഇങ്ങനെ ഒരു മിററാണ്. ഫുൾ സൈസ് അല്ല, അത് ഓൾമോസ്റ്റ് ഫുൾ സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ഫുൾ സൈസ് നമുക്ക് വേണ്ട, ഈ ഒരു മിറർ മതിയാവും. അതിനുശേഷം പിന്നെ കാണുന്നത് ഇവിടെ ഒരു റാക്ക് ഷെൽഫ് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് പുസ്തകങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ടിൽസോ എന്തെങ്കിലും ഞാനവിടെ വെച്ചാൽ ചാർജേഴ്സും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ കാണുന്നത് ഈ നേരെ കാണുന്നത് ഇതൊരു നോട്ടീസ് ബോർഡാണ്. നമുക്ക് എന്തെങ്കിലും പിൻ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ റിമൈൻഡേഴ്സ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ വരുന്നത് കിച്ചണാണ്. അപ്പോൾ കിച്ചൺ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഭയങ്കര ക്യൂട്ട് ആൻഡ് കോമ്പാക്റ്റ് ആണ്. ചെറുതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചെറുതല്ല, പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുക്കിംഗ് എല്ലാം നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കിംഗ് തന്നെ ഒരു സ്പേസ് തന്നെ. അപ്പോൾ ഇവിടെ ഒരു സിങ്ക് ഉണ്ട്. ഇവിടെ ചൂടുവെള്ളവും വരും, തണുത്ത വെള്ളവും വരും. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടുവെള്ളവും വരും, റൈറ്റ് സൈഡിലോട്ട് പോയിട്ട് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തണുത്ത വെള്ളം വരും. പിന്നെ ഇങ്ങനെ ഒരു ഷെൽഫ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. കൂടുതൽ വരുന്ന സാധനങ്ങൾ മേളിൽ കയറ്റി വെച്ചേക്കുക, കാരണം ഇതൊന്നും അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. കാരണം ഇവിടെ നമ്മുടെ മസാലപ്പൊടികളും എണ്ണയും ഇതൊരു ജ്യൂസാണ്. ജ്യൂസ് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ നല്ല തണുപ്പുണ്ട്. പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇങ്ങനെ കുക്കിംഗ് ഹോബിലാണ്. അപ്പോൾ ഈ ഹോബിൻ്റെ മേളിൽ നമുക്കൊരു ഹുഡുണ്ട്. ഈ ഹുഡിലൂടെയാണ് നമ്മൾ മറ്റേ പുകയും കാര്യങ്ങളൊക്കെ കളയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്സസ് വേറെയാണ്. ഇവിടെ 3 സ്വിച്ച് ഉണ്ട്. കിച്ചൻ്റെ അടിയിൽ ഇതുപോലെ 3 കമ്പാർട്ട്മെൻറ്റ്സ് പോലെ കാണാം നമുക്ക്. അതിൽ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാനും പ്ലസ് എന്തെങ്കിലും ഹാർപ്പിക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളും കെമിക്കൽസ് ആസിഡ്സ് ഒക്കെ അങ്ങനെയൊക്കെ ഇടാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ കാണുന്ന കബേർഡ് ആക്ച്വലി ഒരു ഫ്രിഡ്ജാണ്. അത്യാവശ്യം ഒരു ചെറിയ ഫ്രിഡ്ജാണെങ്കിലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കയറത്തക്ക രീതിയിലൊരു ഫ്രിഡ്ജാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട്. ഇന്ന് ഫ്രീസർ കുട്ടി നിറയ്ക്കാനൊന്നും പറ്റില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ വീക്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മേടിച്ച് കഴിഞ്ഞ് അങ്ങനെ മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രിഡ്ജ് ധാരാളം. പിന്നെ ഈ സൈഡിൽ വരുന്നതാണ് നമ്മുടെ മൈക്രോവേവ്. അപ്പോൾ മൈക്രോവേവ് ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ മൈക്രോവേവിൻ്റെ സെക്ഷൻ. അപ്പോൾ ഈ മൈക്രോവേവിൻ്റെ അടിയിൽ ഇങ്ങനെ കാണുന്ന ഒരു കമ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോ ആണ്. പിന്നെ നമുക്ക് കട്ട്ലറിയും കാര്യങ്ങളൊക്കെ വെക്കാം ഞങ്ങൾ. പിന്നെ ഇതാണ് ബെഡ് വരുന്നത്. നല്ല നല്ല സുഖസുന്ദരമായ നല്ല പഞ്ഞിക്കിടക്ക പോലത്തെ ബെഡാണ്. ഈ ബെഡിനോട് ചേർന്ന് ഇവിടെ ഇങ്ങനൊരു ചെറിയൊരു ഷെൽഫ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോൺ ചാർജ്, രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും ഫോൺ എടുത്ത് വെക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടെങ്കിൽ ഫോൺ കുത്തി അവിടെ വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇത് ഞങ്ങൾ ലോണ്ട്രിക്കുള്ള ബാഗാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഒരുപാട് ലഗേജും കാര്യങ്ങളും സൂട്ട് കേസും സംഭവങ്ങളൊക്കെ ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പോൾ ഇത് എവിടെ വെക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ് നമുക്ക് പൊക്കാൻ പറ്റും. ഇതിൻ്റെ സൈഡിൽ, എൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഹോൾഡർ ഉണ്ട്. ഈ ഹോൾഡർ പിടിച്ച് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി. ഇടയിൽ 4 കമ്പാർട്ട്മെൻറ്റ്സ് ഇങ്ങനെ ഉണ്ട്. അത്യാവശ്യം വലിയ കമ്പാർട്ട്മെൻറ്റ്സ് തന്നെ, നല്ല വലിയ പെട്ടിയാണ് എൻ്റെ. അതുണ്ടാക്കാൻ അത്യാവശ്യം വലിയ പെട്ടികളും ഇപ്പോൾ എൻ്റെ മുകളിൽ ഞാൻ ഡബിൾ ബാഗ് വെച്ചിട്ടുണ്ട്. അങ്ങനെ 4 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എടുത്ത് സേഫാക്കി വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ റൂമിലെ സ്പേസ് അത് കാരണം പോവില്ല. ഇനി ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റഡി സ്പേസ് ആണ്. ഈ ചെയറൊക്കെ ഇവർ തന്നെ തരുന്നതാണ് കേട്ടോ. ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്. ലാപ്ടോപ്പിൻ്റെ കണക്ടർ താഴെ കൂടി പോയി താഴെ പ്ലഗ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യം വേണ്ടൊരു സാധനമാണ് ഈ കെറ്റിൽ. ഈ ഇലക്ട്രിക് കെറ്റിൽ ഉണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാനും പാൽ തിളപ്പിക്കാനോ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഇത് ആവശ്യം വരും. കാരണം ഈ തണുപ്പത്ത് നിങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും ചുമയും കുറേയൊക്കെ തുടങ്ങും. അപ്പോൾ ഈ സാധനം ഉണ്ടെങ്കിൽ വളരെ ആശ്വാസമാണ്. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ടി വി ഉണ്ട്. ടി വി എല്ലാം ഇൻക്ലൂഡഡ് ആണ്, ഇവിടെ തന്നെ ഉള്ളതാണ്. ടി വിയുടെ താഴെ ഈ ഒരു സ്റ്റഡി ടേബിൾ ഈ റൂമിൻ്റെ അതേ ലെങ്ത് അല്ല, പക്ഷേ ഒരു ഓൾമോസ്റ്റ് ഹാഫ് എന്നെങ്കിലും പറയാം, അല്ലെങ്കിൽ ഒരു 3/4 എന്നെങ്കിലും പറയാം. ഈ റൂമിൻ്റെ സൈസിൻ്റെ അതേ ലെങ്ത്തിൽ ഫുള്ളൊരു ടേബിൾ നിങ്ങൾക്ക് കിട്ടും ഒറ്റയടിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്, സാധനങ്ങൾ വെക്കാനോ പഠിക്കാനോ ഒക്കെ ആയിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. അത് ഭയങ്കര ഇവിടുത്തെ കബേർഡ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ക്രിയേറ്റീവായിട്ട് പ്ലാൻ ചെയ്ത് സ്പേസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത ഒരു റൂമായിട്ട് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഹോട്ടലിലുള്ള റൂം പോലെയൊക്കെ തോന്നും അല്ലേ? ആ കേർട്ടനും എല്ലാ സംഭവങ്ങളൊക്കെ കാണും, പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഹോട്ടൽ റൂം പോലെയാകും. ശരിയാണ്, ഒരു ഹോട്ടൽ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണത്. ആ ഒരു മോഡൽ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു വുഡൻ ഒരു ഫീലോട് കൊടുത്തിട്ട് അതിനുശേഷം ഈ സ്പേസ് മാറ്റാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ അപ്പം നിങ്ങൾ ചോദിക്കും ഇവിടെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടല്ലേ? ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ ട്രൂ സ്റ്റുഡൻറ്റ് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അവർ വാക്യൂം ക്ലീനർ വരും. അപ്പോൾ ഈ സ്പേസൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ ഒരു കുഴപ്പമുണ്ടാവില്ല. ടിവിയുടെ താഴെ ഈ കാണുന്ന ഈ 3 കമ്പാർട്ട്മെൻറ്റിൽ 4 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതിൽ ഒരു 2 കബേർഡ്സും ഒരു ഷെൽഫ് പോലെയും പ്ലസ് ഒരു ഡ്രോ ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സസ് ക്ലോത്ത്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാം. ഈ തുറന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് ഇത് വാഷിംഗ് ഏരിയ ആണ്. ഈ വാഷിംഗ് ഏരിയയിൽ ചൂടുവെള്ളവും തണുത്ത വെള്ളവും കിട്ടും. ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ചെയ്താൽ ചൂട്, റൈറ്റ് സൈഡ് ഓപ്പൺ ചെയ്താൽ തണുപ്പ്. പിന്നെ ഇവിടെ ബ്രഷും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നമ്മുടെ മോയ്സ്ചറൈസർ ക്രീമും പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ ഒരു നല്ല വലിയൊരു മിറർ നമുക്കിവിടെ കാണാം. ഈ മിററിൻ്റെ പ്രത്യേകത ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. പിന്നെന്ന് പറയുന്നത് പിന്നെ കാണുന്നത് കമോഡാണ്. അതിൻ്റെ ഫ്ലഷും കാര്യങ്ങളും ടിഷ്യൂ പേപ്പർ പ്ലസ് ഇതിൻ്റെ അടിയിൽ വരുമ്പോൾ ഇങ്ങനൊരു കബേർഡ് ഉണ്ട്. ഈ കബേർഡിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഹാപ്പിക്കോ അല്ലെങ്കിൽ നമുക്ക് ഇനി മേടിക്കാനുള്ള കാര്യങ്ങൾ ടിഷ്യൂ പേപ്പേഴ്സ്, ടൂത്ത് ബ്രഷ് ഇല്ല ടൂത്ത് പേസ്റ്റ്, നമ്മുടെ വാഷിംഗ് പൗഡേഴ്സ് പ്ലസ് ഡെറ്റോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യമുള്ള ഒരു ക്യാരക്ടറിനെ ഞാൻ കാണിച്ചുതരാം. ഇന്ത്യക്കാരുടെ ബാത്റൂമുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ജീവി. ഇതില്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാം കേട്ടോ, പക്ഷെ ആ ജീവിതത്തിന് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലാണ്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ടവല് തൂക്കിയിടാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഒരു മാറ്റ് ഇട്ടുണ്ട്, കാരണം ഇതൊരു ബാത്ത് ഏരിയ ആയതാണ്, ഷവർ ഏരിയ ആയത് കാരണം ഇങ്ങനെ ഒരു ടവലിട്ടുണ്ട്. കാരണം നനഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ മൊത്തം വെള്ളവും, അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഒരു ടവലിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ 2 ഹുക്കുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ അഴുക്കായ തുണിയോ എല്ലാം തൂക്കിയിടാം. ഇത് സ്ലൈഡിങ് ഡോറാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഷവറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഷവറിൻ്റെ കൺട്രോളർ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷവർ ഓണാവും. ആ കാണിക്കുന്ന 39 എന്ന് പറയുന്നത് ഷവറിൻ്റെ ടെമ്പറേച്ചറാണ് കേട്ടോ. ഇതിപ്പോൾ താഴത്തുള്ള ഹാൻഡ് ഷവറാണ്. നമ്മൾ മേളിലത്തെ ഷവറിലോട്ട് ആക്കുമ്പോഴത്തേക്കും അത് മേളിലത്തെ ഷവറിൽ നിന്ന് വരും. നമുക്കിവിടെ ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് ഈ നോബ് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര ചൂട് വേണം ആ ചൂടിലുള്ള വെള്ളം വരും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുള്ള ടെമ്പറേച്ചറിൽ വെള്ളം വരും. നമുക്ക് ഓഫ് ചെയ്തേക്കാം.
സംസാരിക്കുന്നത് ഇവിടുത്തെ മെയിൻ സ്റ്റഡി ഹാളാണ്. ഇതാണ് ഏറ്റവും വലിയ സ്റ്റഡി ഹാള്. പക്ഷെ എല്ലാ ബിൽഡിങ്ങിൻ്റെ അടിയിലും ഇതുപോലെ ഒരു സ്റ്റഡി ഹാളുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി ചെറുതായിരിക്കും. ചെറുതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെറുതാക്കി കാണണ്ട, അത് തന്നെ അത്യാവശ്യം സ്റ്റഡി റൂമിൻ്റെ അത് മതി ശരിക്കും. ബാത്റൂമിൽ 24 മണിക്കൂറും ഹോട്ട് വാട്ടർ അവൈലബിൾ ആണ്. ഇവിടെ സ്റ്റാഫ് ആണെങ്കിലും ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണെങ്കിലും ഇവിടെ തരുന്ന ഫെസിലിറ്റീസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് സ്വാൻസിയിൽ ഇതുപോലെ ഒരു ഫെസിലിറ്റീസ്, ഇതുപോലെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തരുന്ന അല്ലെങ്കിൽ മോഡേൺ ഫെസിലിറ്റീസ് തരുന്ന ഒരു അക്കോമഡേഷൻ, സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ റേറ്റ്സ് എല്ലാം പല റേറ്റ്സ് ആണ്. പല ഫ്ലോറുകൾക്കും ഈവൻ സെയിം ഫ്ലോറിൽ തന്നെ പല റൂമിലും പല റേറ്റ്സ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു നേരത്തെ വന്ന് എടുക്കുന്നവർക്ക് കുറവായിരിക്കും, വൈകി വന്ന് എടുക്കുന്നവർക്ക് കുറച്ചും കൂടി കൂടും. പല ടൈപ്പ് സ്റ്റുഡൻറ്റ് പല ടൈപ്സ് റൂംസ് ഉണ്ട്. നമ്മൾ 4 പേര് കമ്പൈൻ ചെയ്ത് താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഇവിടെ എല്ലാ ബിൽസും ഇൻക്ലൂഡഡ് ആണ്. അതായത് നിങ്ങളുടെ വാട്ടർ, നിങ്ങളുടെ കറണ്ട്, നിങ്ങളുടെ ഇൻ്റർനെറ്റ്, എല്ലാ സംഭവം, ഈവൻ ജിമ്മ്, ഇതെല്ലാം ഫ്രീ എന്ന് പറയുമ്പോൾ അത് ഇൻക്ലൂഡഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ റേറ്റ്സ് ഡയറക്റ്റ്ലി റിസപ്ഷനിൽ വിളിച്ച് ചോദിക്കാം, മെയിൽ ചെയ്ത് ചോദിക്കാം. മെയിൽ ചെയ്ത് ഉറപ്പായിട്ട് അവർ റിപ്ലൈ ചെയ്യും. വിളിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഏറ്റവും കംഫർട്ടബിൾ മെയിലാണ്. കറക്റ്റ് ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് മെയിൽ ചെയ്ത് തരും. അപ്പോൾ ഒന്നും പേടിക്കാതെ നിങ്ങൾക്ക് 100% ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റുഡൻറ്റ് അക്കോമഡേഷനാണ് ട്രൂ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇനി അടുത്ത ഇൻടേക്കിന് വരാൻ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പോഴും UK കിടന്ന ചില ആൾക്കാരൊക്കെ പല സ്ഥലത്തും പല ദൂരത്തുനിന്നും ബസ് കയറി ഡെയിലി കോളേജിൽ പോകുന്ന സ്റ്റുഡൻസിനെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ എൻക്വയറി ചെയ്യാൻ പറ്റുന്ന, ആരെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ട്രൂ സ്റ്റുഡൻറ്റിൽ വിളിക്കുക. സമയം കളയാതെ നല്ലൊരു അക്കോമഡേഷൻ വന്ന് കയറുക, നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലൈഫ് അടിപൊളിയാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക സ്റ്റുഡൻസിനോടും, നിങ്ങളുടെ കസിൻസും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. കാരണം അവർക്കും UK വന്ന് പഠിക്കാനോ അല്ലെങ്കിൽ സ്വാൻസി യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്ന് പഠിക്കാനോ ആഗ്രഹമുള്ളവരൊക്കെ ഇത് കിട്ടണമെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ദിവസം നമുക്ക് വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ